മകരജ്യോതി ദർശന പുണ്യത്തിന് ഒരുങ്ങി ശബരിമല 6 മണിയോടെ തിരുവാഭരണ ഘോഷയാത്ര 18ാം പടിയിലെത്തും. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തിരുവാഭരണ പെട്ടികൾ സ്വീകരിക്കും. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയാണ് ദീപാരാധന. 6:30യോടെ ആകാശത്ത് മകരനക്ഷത്രം തെളിയും. അതിനുശേഷമാകും മകരജ്യോതി. ആയിരക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്തിൽ ഇന്നലെ മുതൽ കാത്തുനിൽക്കുന്നത്. മകരസംക്രമ പൂജ വൈകിട്ട് 7:52 നടക്കും. IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ 2275 പോലീസുകാരെയാണ് സുരക്ഷയ്ക്ക് നിയോഗിച്ചിട്ടുള്ളത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ജാഗ്രതയിലുമാണ് പോലീസ്. സന്നിധാനത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ആർ കിരൺ ബാബുവും പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും ചേരുന്നു. ആദ്യം കിരണിലേക്ക്. കിരൺ, ഏത് രീതിയിലാണ് ഈ തീർത്ഥാടന കാലത്തുള്ള തിരക്ക് മകരവിളക്കോട് സംബന്ധിച്ച് വർദ്ധിച്ചിട്ടുള്ളത്? ഏതെല്ലാം ചടങ്ങുകൾ എപ്പോഴൊക്കെയാണ് നടക്കുക? അപർണ, ഇനി 2.5 മണിക്കൂറുകൾ മാത്രം. എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ സന്നിധാനം 2 മണിക്ക് തന്നെ നട അടച്ചിരുന്നു. അതിനുശേഷം സന്നിധാനം പൂർണ്ണമായും കഴുകി വൃത്തിയാക്കി. അതിനുശേഷം ആദ്യം പോലീസുകാർ മറ്റ് പരിശോധനകളെല്ലാം നടത്തി. ബോംബ് സ്ക്വാഡ് അടക്കമുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കി. മാധ്യമപ്രവർത്തകരെയും പാസ് ഉള്ളവരെയും അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തർക്ക് ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് ഇനി കടത്തിവിടുകയുള്ളൂ. ഇനി ഏകദേശം 6 മണിയോടുകൂടിയാണ് തിരുവാഭരണം 18ാം പടിയിലെത്തുന്നത്. അതിനു മുമ്പായി 5:30 മണിയോടുകൂടി ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണം സ്വീകരിക്കും. അത് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഇവരെ സ്വീകരിക്കുന്നത്. അതിനുശേഷം ഈ തിരുവാഭരണം 18ാം പടിയിലെത്തും. അവിടെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ, മുഖ്യതന്ത്രി കണ്ഠര് രാജീവര്, മേൽശാന്തി തുടങ്ങിയവർ നേതൃത്വത്തിലാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷമാണ് ദീപാരാധനയ്ക്ക് ശേഷം 6:30 മണിയോടുകൂടിയാണ് ആകാശത്ത് മകരനക്ഷത്രം തെളിയുന്നത്. മകരനക്ഷത്രം തെളിയുന്നതിന് പിന്നാലെയാണ് മകരജ്യോതി. ഈ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ശബരിമലയിലും മറ്റ് 8 വ്യൂ പോയിന്റുകളിലും നിൽക്കുന്നത്. ശബരിമല അയ്യപ്പ ഭക്തന്മാർ ദർശന പുണ്യമായിട്ടാണ് കാണുന്നത് മകരജ്യോതി. അതുകൊണ്ട് തന്നെയാണ് വിവിധ സ്ഥലങ്ങളിലായി ആയിരക്കണക്കിന് ഭക്തർ ഈ മകരജ്യോതി കാണുവാൻ വേണ്ടി നിൽക്കുന്നത്. ശബരിമലയിൽ ഇന്ന് എത്തുന്നവർക്ക് മകരജ്യോതി കാണാം. അതോടൊപ്പം തന്നെ സർവാഭരണ വിഭൂഷിതനായ അയ്യനെ കാണാം എന്നുള്ള സന്തോഷം കൂടിയുണ്ട്. ഇത് രണ്ടും കണക്കിലെടുത്താണ് ഇന്നലെയും മെനഞ്ഞാന്ന് മുതൽ ഭക്തർ ശബരിമലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ പകുതിയോളം ഭക്തർ മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. എങ്കിലും ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേർന്നത് ഇന്നും ഇന്നലെയുമായിട്ടാണ്. പ്രധാനമായും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള ഭക്തരാണ് ഇവിടെ കൂടുതലായി എത്തിച്ചേർന്നത്. മലയാളികൾ വളരെ കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ളവർ നാളെ മകരപ്പൊങ്കൽ പ്രമാണിച്ച് സാധാരണഗതിയിൽ തന്നെ ഈ മകരജ്യോതി ദിവസം തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരുടെ എണ്ണം കുറവായിരിക്കും. അവിടെ മകരപ്പൊങ്കൽ തമിഴ്നാട്ടിൽ വലിയ ആഘോഷമാണ്. ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഉള്ളവരാണ് ഇന്നും ഇന്നലെ ഈ ആഴ്ചയിലെല്ലാം കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുന്നതും മകരജ്യോതി കാണാൻ വേണ്ടി നിൽക്കുന്നതും ഏറെയും ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം ആകെ ഭക്തരുടെ എണ്ണത്തിൽ കുറവുണ്ടായത് സ്വാഭാവികമായും പോലീസിന് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത്. എന്നാൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് അതീവ ജാഗ്രതയിലാണ്. IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ 2275ഓളം പോലീസുകാരെയാണ് സന്നിധാനത്തും സന്നിധാന പരിസര പ്രദേശങ്ങളുമായി വിന്യസിച്ചിട്ടുള്ളത്. ഇതുവരെയും എല്ലാ ചടങ്ങുകളടക്കം ഭക്തരുടെ നിയന്ത്രിക്കുന്നതടക്കം എല്ലാം സുഗമമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനിയും ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോകാം എന്ന ആത്മവിശ്വാസത്തിലാണ്. അവസാനവട്ട അവലോകനം ഇന്ന് നടത്തിക്കഴിഞ്ഞു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ നേരിട്ട് നിന്ന് തന്നെയാണ് അവലോകനം നടത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നേരിട്ട് ശബരിമലയിലുണ്ട്. ഇത്തവണ തിരുവാഭരണം വരുമ്പോൾ ആ തിരുവാഭരണം സ്വീകരിക്കാനും അദ്ദേഹം മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സ്വീകരിക്കുന്നത്. തിരുവാഭരണം മകരജ്യോതി കഴിഞ്ഞ് 7:52 മകരസംക്രമ പൂജ. മകരസംക്രമം എന്ന് പറയുമ്പോൾ ദക്ഷിണായനത്തിൽ നിന്ന് സൂര്യൻ ഉത്തരായനത്തിലേക്ക് മാറുന്ന സമയമാണ്. അത് 7:52. അത് ദീപാരാധനയ്ക്ക് ശേഷമാണ്. ഈ സമയത്ത് വീണ്ടും അയ്യപ്പൻ്റെ തിരുവാഭരണം അഴിച്ചു വെച്ച ശേഷമായിരിക്കും പൂജ നടത്തുക. അതിനുശേഷം വീണ്ടും തിരുവാഭരണം ചാർത്തും. പ്രധാനമായും തിരുവാഭരണത്തിലുള്ളത് തിരുമുഖം, പ്രഭാമണ്ഡലം, വാൾ, ചുരുക, ശരപ്പൊലിമാല, എരിക്കിൻ പൂമാല. അതോടൊപ്പം തന്നെ ഇതെല്ലാം ചാർത്തിയ അയ്യൻ്റെ ഇടത്തും വലത്തുമായി ശാസ്താവിൻ്റെ ഭാര്യമാരായ പൂർണ്ണയുടെയും പുഷ്കലയുടെയും രൂപങ്ങൾ. അതോടൊപ്പം തന്നെ അയ്യപ്പൻ്റെ വാഹനം കുതിര, പുലി എന്നിവയും 2 വശങ്ങളിലായി വെക്കും. ഇത്രയും ആണ് പ്രധാനമായും തിരുവാഭരണമുള്ളത്. ഈ തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പനെ കാണുവാൻ വേണ്ടിയാണ് ഭക്തരെല്ലാവരും ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ മണിക്കൂറുകളും ദിവസങ്ങളും ഇവിടെ കാത്തു നിൽക്കുന്നത്. ഇതിനെ ഒരു ദർശന പുണ്യമായിട്ടാണ് അയ്യപ്പ ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ഇതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ. ഓരോ മുഖത്തും ആകാംക്ഷയിലാണ്. ഈ സമീപ പ്രദേശങ്ങളിലെ കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം ഇപ്പോൾ തന്നെ ഏകദേശം 6:30 മണിക്ക് ശേഷം മാത്രമേ മകരജ്യോതി, അതിനാൽ ആ മകരജ്യോതിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ കെട്ടിടങ്ങളുടെ മുകളിലെല്ലാം അയ്യപ്പ ഭക്തർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ കയറരുത്, അപകടകരമായ അവസ്ഥയിൽ നിൽക്കരുത് എന്ന് പോലീസ് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഭക്തരാകെ കാണാൻ കഴിയുന്ന തരത്തിലേക്ക് വിവിധ കെട്ടിടങ്ങളുടെ
മുകളിലും അടക്കം ഇവിടെ ഉയർന്ന ഭാഗത്തടക്കം നിൽപ്പുണ്ട്. ശബരിമലയ്ക്ക് പുറമെ മറ്റ് 8 കേന്ദ്രങ്ങൾ കൂടിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണ പമ്പയിൽ പമ്പയിൽ സാധാരണ പമ്പ ഹിൽ ടോപ്പിൽ നിന്നാണ് വലിയൊരു വിഭാഗം ഭക്തർ ഈ മകരജ്യോതി കാണുന്നത്. പമ്പ പ്രളയം തകർത്ത പമ്പയുടെ തടങ്ങളാകെ അപകടാവസ്ഥയിലാണ്. ഇപ്പോഴും അവിടെ ഇത്രയേറെ ആളുകൾ ഒരുമിച്ച് അവിടേക്ക് കയറിപ്പോയാൽ അത്രയും വരെ താങ്ങാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ അപകട ഭീഷണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പമ്പ ഹിൽ ടോപ്പിലെ ദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. പരിമിതമായി 1-2 സ്ഥലങ്ങൾ മാത്രമാണ് അവിടെ ദർശന സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഞാൻ തിരികെ വരാം. കിരൺ, 18-ാം പടിക്ക് സമീപത്ത് നിന്നാണ് കിരൺ ബാബു വിശദാംശങ്ങൾ നൽകുന്നത്. MS അനീഷ് കുമാറും സന്നിധാനത്ത് നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, പമ്പയിൽ നിന്ന് MS അനീഷ് കുമാറും ചേരുന്നു. അനീഷ്, നേരത്തെ കിരൺ പറഞ്ഞതുപോലെയുള്ള മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന തീർത്ഥാടകരുടെ തിരക്ക് കുറവായിരുന്നു പല വിഷയങ്ങൾ കൊണ്ട്. പക്ഷേ ഇന്നലെയും ഇന്നുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏത് രീതിയിലാണ് ആ തിരക്ക് ക്രമീകരിക്കാനുള്ള സജ്ജീകരണങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നത് പമ്പ തൊട്ട്? അപർണ, കഴിഞ്ഞ 3 ദിവസമായി സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ പ്രയാണത്തിൽ വലിയ കുറവുണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം മിനിയാന്ന് 68,000 ആളുകളാണ് സന്നിധാനത്ത് എത്തിയത്. ഇന്നലെ 1,00,000-തോളം ഭക്തർ എത്തി. ഇന്ന് ഇപ്പോൾ ഉച്ചവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 50,000-നടുത്ത് ആളുകളും എത്തിയിരുന്നു. അതായത് കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 2,00,000-ലധികം ആളുകളാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ഇതിൽ ഏതാണ്ട് 40%-അധികം ആളുകൾ ഇപ്പോൾ മടങ്ങിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാരണം മുകളിലും താഴെയുമൊക്കെ സൗകര്യങ്ങൾ പരിമിതമായ ഒരു സാഹചര്യത്തിൽ സന്നിധാനത്ത് തങ്ങിയ ആളുകളെ കൂടുതലായി ഭക്തരെ പമ്പയിലേക്ക് ഇറക്കിയെന്നും നമുക്ക് മനസ്സിലാവുന്നു. എന്നാൽ പമ്പയിലും ജ്യോതി ദർശനത്തിന് പര്യാപ്തമായ കാര്യമായ സൗകര്യങ്ങളില്ല. ഹിൽ ടോപ്പ് ആയിരുന്നു പമ്പയിൽ ഏറ്റവും അധികം ആളുകളെ ജ്യോതി ദർശനത്തിനായി ഉൾക്കൊള്ളിക്കാൻ കഴിയുമായിരുന്ന ഒരിടം. എന്നാൽ പമ്പയിലെ പാർക്കിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തതയും റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായും ഈ പമ്പാ തീരത്തേക്കുള്ള ഭാഗം ഇടിഞ്ഞു നിൽക്കുന്നതിനാലും ആ ഭാഗത്ത് ജ്യോതി ദർശനം പര്യാപ്തമല്ലാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ താൽക്കാലികമായ സജ്ജീകരണങ്ങളാണ് പമ്പയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ പമ്പ ഗാർഡ് റൂമിന് സമീപമുള്ള വനംവകുപ്പിൻ്റെ ഡോർമെട്രിക്ക് സമീപത്തൊരു ദർശനത്തിന് വേണ്ടി ഒരു ഭാഗം ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം ടോയ്ലറ്റ് ബ്ലോക്കിന് സമീപം ഒരു ഭാഗമുണ്ട്. ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന മറ്റൊരു ഭാഗമുണ്ട്. അങ്ങനെ 3-4 ചെറു ഭാഗങ്ങളാണ് പമ്പയിൽ ദർശനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഉച്ച മുതൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകാൻ എത്തിയ ഭക്തന്മാർ ഇപ്പോൾ പമ്പയുടെ വിവിധ ഇടങ്ങളിലായി നിൽക്കുന്നു. അവരെ തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പോകുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ അയ്യപ്പന്മാരെ മുകളിലേക്ക് കടത്തിവിടുന്നില്ല. ഒരുപക്ഷെ ഇനിയും മകരസംക്രമ പൂജ വേളയോട് ചേർന്ന് അല്ലെങ്കിൽ മകരജ്യോതി ദർശനത്തിന് ശേഷമാവും ഈ ഭക്തരെ മുകളിലേക്ക് കടത്തിവിടുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ വലിയൊരു കൂട്ടമുണ്ട്. മാധ്യമങ്ങളിലും മറ്റുമൊക്കെയായി ഹിൽ ടോപ്പ് അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തവണ ജ്യോതി ദർശനം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും യാത്രയിലുണ്ടായിരുന്ന പലരും ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ പതിവ് പോലെ തന്നെ പമ്പയിലെത്തി ജ്യോതി ദർശിച്ച ശേഷം പിന്നീട് ശബരിമലയിലേക്ക് പോകാം എന്ന ഒരു കണക്കൂട്ടലിൽ ആണ് എത്തിയിരുന്നത്. അത്തരത്തിൽ വന്നവർ ഈ പമ്പയുടെ വിവിധ ഭാഗങ്ങളിലായി നിരയുറപ്പിച്ചിരിക്കുന്ന നമുക്ക് കാണാം. അവിടെ പലയിടങ്ങളിലായി ഇരിക്കുന്നത് കാണാം. അവർ പിന്നീട് എന്തെങ്കിലും മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ദർശനം നടക്കുമോ എന്ന ഒരു സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പം അട്ടത്തോട് അടക്കമുള്ള ശബരിമലയിലേക്കുള്ള ശരണപാതയുടെ ചില ഉയർന്ന സ്ഥലങ്ങളിലും ഈ ജ്യോതി ദർശനത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്തായാലും വലിയൊരു ജനക്കൂട്ടം സന്നിധാനത്തേക്ക് അഭൂതപൂർവമായ ഒരു തിരക്കെന്ന് പറയാൻ കഴിയില്ലെങ്കിലും പമ്പയിലും താരതമ്യേന കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ തീരെ കുറവല്ലാത്ത ഒരു ജനസഞ്ചയം തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപർണ, അനീഷ് പമ്പയിൽ നിന്നാണ്. തിരികെ വരാം അനീഷിലേക്ക്. വീണ്ടും 18-ാം പടിക്ക് സമീപത്ത് നിന്ന് കിരൺ ബാബു. കിരൺ, വലിയ വിവാദങ്ങൾക്ക് ശേഷം എത്തുന്ന ഒരു മകരവിളക്ക് കൂടി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അന്യസംസ്ഥാനങ്ങളുള്ള ഭക്തരാണ് കൂടുതലായും എത്തുന്നത്. പലരും ദർശനം നടത്തിയ ശേഷം മല ഇറങ്ങിയിട്ടുമില്ല 2-3 ദിവസങ്ങളുമായി എന്നറിയുന്നു. സന്നിധാനത്ത് പർണശാലകളടക്കം കെട്ടിക്കൊണ്ട് താമസിക്കുകയും ചെയ്യുന്നു. മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങളും അത്തരം സുരക്ഷാ ക്രമീകരണം അതിൽ അയവ് വരുത്തിയിട്ടുണ്ടോ പോലീസ്, പ്രത്യേകിച്ച് കൂടുതൽ ഭക്തരെത്തുന്ന സാഹചര്യത്തിൽ? കിരൺ ബാബു 18-ാം പടിക്ക് സമീപത്ത് നിന്ന്. കിരൺ, കൂടുതൽ ഭക്തർ നേരത്തെ പറഞ്ഞതുപോലെ അന്യസംസ്ഥാനമുള്ള ഭക്തർ കൂടുതലായി എത്തുന്നു. പലരും ദർശനം കഴിഞ്ഞ് മല ഇറങ്ങിയിട്ടില്ല. പർണശാലകൾ കെട്ടി അവിടെ തന്നെ നിൽക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ടോ പോലീസ്? കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. ഏത് രീതിയിലാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നത്? ക്രമീകരണങ്ങൾ എങ്ങനെയാണ്?
അപർണ, പ്രധാനമായും സാധാരണഗതിയിൽ 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെ ഭക്തരാണ് ഈ മകരസംക്രമ ദിവസം ഇവിടെ എത്തുന്നത്. എന്നാൽ ഇക്കുറി അതിൻ്റെ പകുതി ഭക്തർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തിരക്കിൻ്റെ കാര്യത്തിൽ വലിയ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കുറവുണ്ട്. എന്നാൽ ഈ സീസണിലെ ഏറ്റവും തിരക്കേറിയ ദിവസമാണ്. കാരണം ഇന്നലെയും ഇന്നുമായി കയറിയ ഭക്തർ മാത്രമല്ല, മെനഞ്ഞാന്നും അടക്കം കയറിയ ഭക്തരടക്കം മഹാഭൂരിപക്ഷം പേരും മടങ്ങിപ്പോയിട്ടില്ല. അവരെല്ലാം ഈ ശബരിമലയുടെ സന്നിധാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി തമ്പടിച്ചിരിക്കുകയാണ്. അവരെല്ലാം ഈ മകരജ്യോതി ദർശനത്തിന് ശേഷം മാത്രമേ മടങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളെ കയറിയ ഭക്തരിൽ നല്ലൊരു ശതമാനവും ശബരിമല സന്നിധിയിലുണ്ട്. നേരത്തെയും ഈ രീതിയിൽ തന്നെയാണ് മകര ജ്യോതി കാണുവാൻ വേണ്ടി മുൻകൂട്ടി തന്നെ ഭക്തർ ശബരിമലയിലെത്തി അവിടെ പർണശാലകൾ കെട്ടി അവിടെ തന്നെ ഏറ്റവും നല്ല സ്ഥലത്ത് നേരത്തെ തന്നെ അവിടെ എത്തി അവിടെ തന്നെ ഇരുന്ന് ആ സ്ഥലം ഉറപ്പിച്ച് അങ്ങനെ ഇരിക്കാറുണ്ട് ഭക്തർ. ഇക്കുറിയും അങ്ങനെ തന്നെയാണ് ഭക്തർ എത്തിയിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ച് ഭക്തർ തിരക്ക് കുറയുന്നത് വലിയ ആശ്വാസമാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് അത്രയും തിരക്ക് കുറഞ്ഞത് വലിയ ആശ്വാസം നൽകുന്നു. പക്ഷേ പോലീസിന് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി, ഇതൊരു വലിയ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു ഉത്സവം നടക്കുന്നത്. ഇത് അതീവ ജാഗ്രതയുണ്ട്. ചെറിയ വീഴ്ച വന്നാൽ പോലും അത് വലിയ വീഴ്ചയായി വ്യാഖ്യാനിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയാണ്. സർക്കാരും അക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് പല ലെയറായിട്ടുള്ള പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. അതിന് ഓരോരുത്തർക്കും ചുമതല നൽകിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു പരിശോധന നടക്കുന്നത്. 2275 പോലീസുകാരെയാണ് സന്നിധാനത്തും വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിട്ടുള്ളത്. കൂടുതൽ പോലീസുകാരെ ആവശ്യമാണെങ്കിൽ വിന്യസിക്കാൻ വേണ്ടി തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നാണ് ഇന്നലെ ബൽറാംകുമാർ ഉപാധ്യായ നമ്മളോട് ന്യൂസ് 18 തന്നെ പറഞ്ഞത്. അത്തരം പോലീസ് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതുവരെയും ആ സംവിധാനങ്ങളിലൊന്നും പോലീസും സർക്കാരും ഒരുക്കിയ സംവിധാനങ്ങളെല്ലാം പെർഫെക്റ്റായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഇനിയാണ് പ്രധാന ചടങ്ങുകൾ നടക്കേണ്ടത്. ഇനി ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് തിരുവാഭരണ ഘോഷയാത്ര എത്തും. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വെളുപ്പിന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്രയാണ്. അത് ഏകദേശം 5-5:30 മണിയോടുകൂടിയാണ് ശരംകുത്തിയിലെത്തുക. ശരംകുത്തിയിൽ വെച്ചാണ് പ്രധാനമായും സ്വീകരണം. അവിടെ വെച്ചാണ് ദേവസ്വത്തിൻ്റെ അധികൃതർ, ദേവസ്വം ഉദ്യോഗസ്ഥരാണ് അവിടെ സ്വീകരിക്കുന്നത്. ശബരിമല അഡ്മിനിസ്ട്രേറ്റർ അടക്കമുള്ള എല്ലാ പ്രധാന ഉദ്യോഗസ്ഥരും ചെന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം ആ തിരുവാഭരണ ഘോഷയാത്ര നേരെ ശബരിമല 18ാം പടിയിലേക്കാണ് എത്തുന്നത്. 18ാം പടിയിൽ വെച്ചാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അതുപോലൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി തുടങ്ങിയവർ ചേർന്ന് ഈ പേടകം സ്വീകരിക്കുന്നത്. ഈ പെട്ടി അതിനുശേഷം നേരെ ദീപാരാധനയാണ് നടക്കുന്നത്. ദീപാരാധനയ്ക്കായി നടയടയ്ക്കും. നടയടച്ചു കഴിഞ്ഞാൽ ഏകദേശം 6:30 മണിയോടുകൂടിയാണ് ആകാശത്ത് മകരനക്ഷത്രം കാണാൻ കഴിയുന്നത്. മകരനക്ഷത്രത്തിന് തൊട്ടു പിന്നാലെയാണ് മകരജ്യോതി. ഈ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ് പൊന്നമ്പലമേട്ടിലാണ് മകരജ്യോതി തെളിയിക്കുക. ആ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ് ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. 8 സ്ഥലങ്ങളിലാണ് പ്രധാനമായും സർക്കാർ ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ 8 സ്ഥലങ്ങളിലും നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ശബരിമലയിൽ തന്നെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പേർ എത്തുന്നത് ഈ മകരജ്യോതി കാണുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ സീസണിനെ അപേക്ഷിച്ച് ശബരിമലയിൽ ഇന്ന് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന് തിരുവാഭരണം ചാർത്തിയ അയ്യനെ കാണാൻ കഴിയും എന്നുള്ളത് ഭക്തരെ സംബന്ധിച്ച് വലിയ പുണ്യമായിട്ടാണ് കരുതുന്നത്. തിരുവാഭരണം പ്രധാനമായും പന്തളം കൊട്ടാരത്തിൽ നിന്നാണ് തിരുവാഭരണം കൊണ്ടുവരുന്നത്. വിവിധ പെട്ടികളിലായിട്ടാണ് തിരുവാഭരണം കൊണ്ടുവരുന്നത്. തിരുവാഭരണത്തിൽ ഏറ്റവും പ്രധാനം തിരുമുഖമാണ്. ആദ്യം തിരുമുഖം ചാർത്തും, അതിനുശേഷം പ്രഭാമണ്ഡലം. ആ പ്രഭാമണ്ഡലവും തിരുമുഖവും ചാർത്തി കഴിഞ്ഞാൽ അയ്യൻ്റെ വാളും ചുരികയും നൽകും. അതിനുശേഷം ശരപ്പൊലിമാല, എരിക്കിൻ പൂമാല തുടങ്ങിയ അലങ്കാര മാലകളുണ്ട്. ഈ മാലകൾ ചാർത്തും. അതിനുശേഷം ശാസ്താവിൻ്റെ ഇടത്തും വലതുമായി ശാസ്താവിൻ്റെ ഭാര്യമാരായ പൂർണ്ണയുടെയും പുഷ്കലയുടെയും സ്വർണ്ണ രൂപങ്ങൾ വെക്കും. അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിലുമായി അയ്യപ്പൻ്റെ വാഹനമായ കുതിരയും അതോടൊപ്പം തന്നെ പുലിയുടെയും രൂപം വെക്കും. ഇത് എല്ലാം ചേർന്നാണ് ഈ തിരുവാഭരണം ചാർത്തിയ അയ്യൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഏകദേശം 7:52 മകരസംക്രമ പൂജ നടക്കേണ്ടത്. മകരസംക്രമം സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറുന്ന സമയമാണ്. അത് ശബരിമലയിൽ മാത്രമല്ല, ഏകദേശം ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും വലിയ ആഘോഷങ്ങൾ ഈ മകരസംക്രമത്തിൻ്റെ ഭാഗമായി നടക്കാറുള്ളതാണ്. ശബരിമലയിലും ഈ സമയത്ത് പ്രത്യേക പൂജയുണ്ട്. അത് 7:52 ഈ പൂജയ്ക്ക് വേണ്ടി വീണ്ടും തിരുവാഭരണം അഴിച്ചുമാറ്റും. അതിനുശേഷം വീണ്ടും പൂജയ്ക്ക് ശേഷം വീണ്ടും തിരുവാഭരണം ചാർത്തും. അങ്ങനെ ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്ന് ഒരു ദിവസം തന്നെ മണിക്കൂറുകൾക്കിടയിൽ 2 തവണ അയ്യപ്പന് തിരുവാഭരണം ചാർത്തുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടി ഇന്നുണ്ട്. സാധാരണഗതിയിൽ ഈ മകരജ്യോതിക്ക് മുമ്പോ അല്ലെങ്കിൽ ആ സമയത്തൊക്കെയാണ് സാധാരണഗതിയിൽ വരുന്നത്. ചിലപ്പോൾ അതിന് ഏറെ മുമ്പായിരിക്കും. ഇത്തവണ വന്നിരിക്കുന്നത് മകരജ്യോതിക്ക് ശേഷമാണ് ഈ മകരസംക്രമ മുഹൂർത്തം വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനുശേഷം തിരുവാഭരണം ചാർത്തിയാലും വളരെ വേഗത്തിൽ തന്നെ അഴിക്കേണ്ടി വരും. ഇത് ഭക്തർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയുണ്ട്. കുറച്ചു പേർക്ക് മാത്രമേ ഈ സമയം കൊണ്ട് അയ്യപ്പനെ കാണാൻ കഴിയൂ. അതിനുശേഷം വീണ്ടും നടയടച്ച് വീണ്ടും പൂജയിലേക്ക് കിടക്കും. അതിനുശേഷം വീണ്ടും നട തുറക്കും. പിന്നെ രാത്രി സാധാരണഗതിയിൽ നിൽക്കുന്നത് പോലെ രാത്രി വരെ പൂജയുണ്ട്. ആ സമയത്ത് ഭക്തർക്ക് കാണാൻ അവസരമുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും ഭക്തർക്ക് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാനുള്ള അവസരമുണ്ട്.
കിരൺ ബാബു 18ാം പടിക്ക് സമീപത്ത് നിന്ന് വീണ്ടും എം എസ് അനീഷ് കുമാറിലേക്ക്. അനീഷ്, വെല്ലുവിളികളിലൂടെയുള്ള ഒരു തീർത്ഥാടന കാലമാണ് കടന്നുപോയതെന്ന് ദേവസ്വം മന്ത്രി പറയുന്നു. തീർത്ഥാടനത്തിനൊപ്പം തന്നെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വിഷയം കൂടിയാണ് ശബരിമല എന്നതിൽ തർക്കമില്ല. BJP സെക്രട്ടേറിയറ്റ് സമരപ്പന്തലിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നുള്ള വാർത്തകളും വരുന്നതിനൊപ്പമാണ് മകരവിളക്ക് നടക്കുന്നത്. രാഷ്ട്രീയപരമായി മറ്റു വിവാദങ്ങളിലേക്കോ സംഘർഷങ്ങളിലേക്കോ കാര്യങ്ങൾ പോകുകയില്ല ഇന്നത്തെ ദിവസം എന്നുള്ള പ്രതീക്ഷയാണോ ദേവസ്വം മന്ത്രിയും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും പ്രകടിപ്പിച്ചിരിക്കുന്നത്? തീർച്ചയായും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാക്ക് തന്നെയാണ് ഇവിടെയുള്ള പന്തളം കൊട്ടാരത്തിലെ അംഗങ്ങളടക്കം പങ്കുവെക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പന്തളം കൊട്ടാരത്തിലെ പ്രതിനിധിയായ ശ്രീ രാഘവർമ്മദൻ തന്നെയുണ്ട്. മകരവിളക്ക് ഏതാണ്ട് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. നമ്മുടെ ആചാരപരമായ എന്തൊക്കെ ചടങ്ങുകളാണ്? നമ്മുടെ ആചാരമായിട്ട് പ്രത്യേകിച്ച് ഇന്ന് സന്നിധാനത്ത് ചടങ്ങുകളൊന്നുമില്ല. ജനുവരി 28 ഉച്ചയ്ക്ക് തിരുവാഭരണവുമായി ഞാൻ പമ്പയിലേക്ക് തിരിച്ചു. തിരുവാഭരണം സന്നിധാനത്തേക്ക് കൊടുത്തയച്ചു. മകരസംക്രമ സന്ധ്യയ്ക്ക് ചാർത്തുന്നതിന് വേണ്ടിയിട്ട് പന്തളത്തു നിന്നും വന്ന രാജ്യപ്രതിനിധി, അതായത് ഞാൻ മകരം 3-ാം തീയതി ഉച്ചയ്ക്ക് സന്നിധാനത്തേക്ക് തിരിക്കും. സന്നിധാനം തിരിച്ച് ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് സന്നിധാനത്തിൽ ചെല്ലും. ശരംകുത്തിയിൽ നിന്ന് എന്നെ ദേവസ്വം അധികാരികൾ സ്വീകരിച്ച് കൊണ്ടുപോയി 18ാം പടി ചെന്ന് മേശാന്താഴി ഇറങ്ങി വന്ന് കാല് കഴുകി സന്നിധാനത്ത് ദർശനം നടത്തും. എന്നിട്ട് വിശ്രമം മാളിപ്പുറത്തുള്ള പമ്പ രാജമണ്ഡപത്തിലാണ് വിശ്രമിക്കുന്നത്. പിന്നെ അന്ന് മുതൽ 5 ദിവസത്തേക്ക് അവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിക്കുക എന്നുള്ളതാണ് എൻ്റെ മുഖ്യ ചടങ്ങ്. പിന്നെ 18ാം തീയതി കളഭം, 19ാം തീയതി ഗുരുതി, ഈ 2 ചടങ്ങുകൾക്കും പങ്കെടുത്ത് 20ാം തീയതി ദർശനം കഴിഞ്ഞ് 20ാം തീയതി രാവിലെ തന്നെ ഞാൻ തിരുവാഭരണവുമായി പന്തളത്തേക്ക് യാത്ര തിരിക്കും. എന്നിട്ട് മടക്കയാത്രയാണ്. മടക്കയാത്ര അയ്യപ്പനുള്ള തിരുവാഭരണം എല്ലാ സാമഗ്രികളുമായി പോയ ശേഷം വിട പറഞ്ഞില്ല. അയ്യപ്പനെ തന്നെ ദർശനിക്കാനുള്ളൊരു അവസരം 20ാം തീയതി രാവിലെ ഉണ്ട്. തിരുവാഭരണവുമായി ഞാൻ പന്തളത്തേക്ക് യാത്ര തിരിക്കും. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉള്ള വർഷം ഇതെല്ലാം മാറ്റിവെച്ചാണ് വിവാദങ്ങളെല്ലാം കെട്ടടങ്ങട്ടെ, ഇനി വിവാദം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. നമ്മൾ തികച്ചും ഈ ഒരു കൃത്യങ്ങളിൽ മാത്രമാണ് ഉള്ളൂ, വേറെ വിവാദങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഭംഗിയായി ശബരിമലയുടെ പേരിൽ എല്ലാ വർഷവും ഓരോരോ വിവാദങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പന്തളത്ത് കൊട്ടാരത്തിനും പന്തളത്തെ വലിയ തമ്പുരാനും രാജപ്രതിനിധിയായി എനിക്കുമുള്ളത്. തീർച്ചയായും അപർണ, ഇതുതന്നെയാണ് ഇന്നത്തെ ദിനം. വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും അകന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ചും ചടങ്ങുകൾ കൃത്യമായി നടക്കട്ടെ. പന്തളം കൊട്ടാരത്തിന് പ്രാധാന്യമുള്ള 2 ദിനങ്ങളിലെ ചടങ്ങ് ഇനിയും നടക്കാനുണ്ട്. ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് പോയി. പക്ഷേ രാജപ്രതിനിധി പ്രധാന ആള് ഇത്തവണ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം മറ്റന്നാൾ സന്നിധാനത്തേക്ക് പോകും. അവിടെ 2 ദിനം പന്തളം കൊട്ടാരത്തിന് വേണ്ടി മാത്രമായുള്ള ചില ചടങ്ങുകളുണ്ട്. അതിനുശേഷമാണ് ഈ വർഷത്തെ ഉത്സവം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുന്നത്. എന്തായാലും വിവാദങ്ങൾ സംബന്ധിച്ച ഒരു കാര്യങ്ങളും പന്തളം കൊട്ടാരത്തിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടാവുന്നില്ല. അവർ കൃത്യമായി ഇത്തരത്തിലൊരു പരാമർശമോ എല്ലാം ഭംഗിയായി കലാശിക്കട്ടെ എന്നൊരു പ്രതീക്ഷ മാത്രമാണ് അവർ. തീർച്ചയായും എം എസ് അനീഷ് കുമാർ പമ്പയിൽ നിന്നും അതോടൊപ്പം തന്നെ സന്നിധാനത്ത് നിന്ന് 18ാം പടിയിൽ നിന്ന് കിരൺ ബാബുമാണ് വിശദാംശങ്ങൾ നൽകിയത്. മകരജ്യോതി ദർശിക്കാൻ ഭക്തജന തിരക്കാണ് ശബരിമലയിലേക്ക്. വാർത്തയിലേക്കും 2 ലക്ഷത്തോളം ഭക്തരാണ് മകരജ്യോതി ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് എണ്ണം കുറവാണെങ്കിലും സന്നിധാനവും പരിസരവും അയ്യപ്പന്മാരാൽ നിറഞ്ഞു കഴിഞ്ഞു. ഭക്തരുടെ എണ്ണത്തിൽ ശബരിമല അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് അല്പമെങ്കിലും മടങ്ങുന്ന ദിവസമാണിന്ന്. വലിയ നടപ്പന്തലിലും സന്നിധാനത്തെ ഫ്ലൈ ഓവറിലും അയ്യപ്പന്മാരുടെ വലിയ നിര രൂപപ്പെട്ടു കഴിഞ്ഞു. മകരജ്യോതി ദർശനത്തിനായി 2 ലക്ഷത്തോളം ഭക്തർ സന്നിധാനത്തും പരിസരങ്ങളിലുമായി ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇത് 3 മുതൽ 4 വരെ ലക്ഷമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ എമൗണ്ടോ മറ്റുള്ളതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വളരെ കുറവാണ്. ബിസിനസ് വ്യാപാരം വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാണ് ഒരു 70% കച്ചവടമുള്ളു, 30% കുറവാണ്. ശബരിമലയിലേക്കുള്ള അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ കാരണം BJPയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണമാണെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. യഥാർത്ഥത്തിൽ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് വരരുത് എന്നുള്ള ക്യാമ്പയിൻ തന്നെ ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി, രാജ്യം ഭരിക്കുന്ന കക്ഷി ജനങ്ങൾ വരുന്നതായിട്ട് പ്രദേശങ്ങളിലെല്ലാം നടത്തുന്നുണ്ടായിരുന്നു. അത് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ വെല്ലുവിളിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്നാൽ യുവതീ പ്രവേശന വിവാദമുണ്ടാക്കിയ കേരള സർക്കാരിനും BJPക്കും ഇതിൽ തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇതെല്ലാം ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത്? ഇത് കണ്ടില്ലേ, ശബരിമല മകരവിളക്ക് ദിവസം കാണുന്ന അവസ്ഥയാണ്. എല്ലാം ശരിയാക്കിയിരിക്കുന്നു. ഒരു 2-2.5 കോടിയോളം വരുന്ന ഭക്തർ ഇവിടെ ഇത് എത്തിയിട്ടില്ല എന്നതാണ്
ഏറ്റവും സങ്കടകരമായ അവസ്ഥ. അയ്യപ്പന്മാരുടെ എണ്ണം കുറവാണെങ്കിലും പോലീസ് അതീവ ജാഗ്രതയിലാണ്. ന്യൂസ് 18 സന്നിധാനം. മുനമ്പം ഹാർബറിൽ നിന്നും 41 പേർ വിദേശത്തേക്ക് കടന്നതായി സംശയിക്കുന്ന സംഭവത്തിൽ ദേശീയ ഏജൻസികൾ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികൾ ചേർന്ന് വാങ്ങിയ ദയാമാത ബോട്ടിലാണ് മനുഷ്യക്കടത്ത് നടന്നതെന്ന സംശയത്തിൽ ഈ ബോട്ടിനായി കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. അന്വേഷണം എല്ലാ വശങ്ങളും ഇതിൻ്റെ വിവിധ വശങ്ങളെല്ലാം തന്നെ എടുത്ത് പരിശോധിക്കുന്നുണ്ട്. സാധ്യതകളും എല്ലാം പരിശോധിക്കുന്നുണ്ട്. അത് ബാഗുകൾ അവിടെ വരാനുണ്ടായ കാരണം എന്താണ്, ബാഗിൻ്റെ ഉടമസ്ഥന്മാരാരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വന്നത് എന്നീ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽപ്പെട്ടാണ്. അതിന് പോലീസ് സ്വമേധയാ പോവുക, അങ്ങനെ പോലീസിൻ്റെ ഭാഗം ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ ഭാഗവും. വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്ന സംഘത്തിന്റെ പെരുമാറ്റത്തിൽ സംശയമൊന്നും തോന്നിയിരുന്നില്ലെന്ന് ഇവർ താമസിച്ചിരുന്ന റിസോർട്ടിലെ ജീവനക്കാർ പറഞ്ഞു. വൻതോതിൽ ഇന്ധനം ബോട്ടുകളിൽ കരുതിയതായി പമ്പുടമകളും പറഞ്ഞു. ആദ്യം വന്ന 5 പേര്, അച്ഛനും അമ്മ, മക്കള്. എത്ര ദിവസമാണ് അവരിവിടെ? അവരിവിടെ 5-6 ദിവസത്തോളം താമസിച്ചു. അതായത് 5-ാം തീയതി വന്നു കഴിഞ്ഞിട്ട് ഹർത്താലിന്റെ പിറ്റേ ദിവസം പോയി. അപ്പൊ എവിടേക്കുള്ള ആൾക്കാരാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരാണെന്നുള്ളത്? പല ഭാഷയും സംസാരിക്കേണ്ടത്. നമ്മൊരു ഉത്തരേന്ത്യക്കാരാണെന്നുള്ള ഇതിലാണ്. ബഹുഭൂരിപക്ഷം പേരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്, പെണ്ണുങ്ങളും ഇതുമൊക്കെ. ഈ ഇംഗ്ലീഷൊന്നും അവർക്ക് മറ്റേ യുവാക്കൾക്ക് അറിയാം. 2-3 പേർക്ക് അവർ 1-2 പേര് തമിഴും പറഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗുകൾ വിദേശത്തേക്ക് കടന്ന സംഘത്തിന്റേതാണോ എന്നും സംശയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി SS ശരൺ ചേർന്നു. ശരൺ, എപ്പോഴാണ് ബാഗുകൾ കണ്ടെത്തിയത്? പ്രാഥമിക നിഗമനം എന്താണ് പോലീസിന്റെ? അപർണ, തീർച്ചയായിട്ടും കേന്ദ്ര ഏജൻസികൾ, അതായത് IB അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ കൊച്ചിയിലെത്തി വിശദമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 41 അംഗ സംഘമാണ് മുനമ്പം ഹാർബറിൽ നിന്ന് വിദേശത്തേക്ക് കടന്നതെന്നുള്ള കാര്യം ഇതിനകം തന്നെ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇതിൽ ഈ 41 അംഗ സംഘത്തിൽ തന്നെ നവജാത ശിശുക്കളും ഒപ്പം തന്നെ ഗർഭിണികളും ഉൾപ്പെടുന്നതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ച് ബാഗുകൾ കണ്ടെടുക്കുകയുണ്ടായി. 50ഓളം ബാഗുകളാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ നമുക്കറിയാം, ഇവിടെ നിന്ന് മുൻപത്ത് നിന്ന് 19 ബാഗുകൾ കണ്ടെത്തിയിരുന്നു. ഈ ബാഗുകളുടെ അടിസ്ഥാനത്തിൽ കൂടി പോലീസ് വിശദമായ അന്വേഷണം തുടർന്നുകൊണ്ട് പോവുകയും ചെയ്തിരുന്നു. ഏതായാലും 3 രീതിയിലാണ് കേസിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബോട്ടിനെ കേന്ദ്രീകരിച്ചാണ്. നേരത്തെ തന്നെ പോലീസും കേന്ദ്ര ഏജൻസികളും സ്ഥിരീകരിച്ചിരുന്നു, ദയാമാത ബോട്ടിൽ ആണ് ഇവർ വിദേശത്തേക്ക് കടന്നെന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസും കേന്ദ്ര ഏജൻസികളും സ്ഥിരീകരിച്ചിരുന്നു. ഈ ബോട്ടിന്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് തമിഴ്നാട് തിരുവനന്തപുരം സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടാണ് ഇതെന്നുള്ള കാര്യവും നേരത്തെ തന്നെ പോലീസും കേന്ദ്ര ഏജൻസികളും സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം കേന്ദ്ര ഏജൻസികൾ എടുത്തു പറയുന്നത് ഈ ബാഗുകൾ സംബന്ധിച്ചാണ്. നേരത്തെ തന്നെ ഈ 19 ബാഗുകളും വിദേശത്തേക്ക് കടന്നവരുടെ ഭാഗത്തു നിന്ന് ഉപേക്ഷിച്ചതാണെന്നുള്ള കാര്യം വിശദാംശങ്ങൾ നൽകിയത് മുനമ്പം ഹാർബർ കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ.